തമ്പി അയാളോട് അവർ ഒളിച്ചു താമസിക്കുന്ന വീട് കാണിച്ചു തരാൻ പറയും. അത് കഴിഞ്ഞ് തമ്പി മനസ്സിൽ പറയും, ഇന്നുകൊണ്ട് തീരും അവരുടെ വേഷം കെട്ടലും കെട്ടിയാടലും ഒക്കെ. ഞാനങ്ങോട്ട് വരുന്നുണ്ടടി നിൻ്റെ മാമാങ്കത്തിന് ആറാട്ട് നടത്താൻ. മേരിയമ്മ ജാനകിയോട് പറയും, പൊന്നു പോയതിൽ രാധാമണിക്ക് നല്ല വിഷമമുണ്ട്, മുഖം വലിച്ചു മുറുക്കി ഒരേ ഇരിപ്പാണെന്നൊക്കെ പറയും. ജാനകി പറയും, എനിക്ക് എൻ്റെ മോളെ കാണാത്തതിൽ നല്ല വിഷമമുണ്ട്. മുൻപായിരുന്നെങ്കിൽ മോളെ നോക്കാൻ നിരഞ്ജന ഉണ്ടായിരുന്നു, ഇപ്പോൾ നിരഞ്ജന എനിക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ജാനകി വാതിൽ തുറക്കാൻ പോകും. വാതിൽ തുറന്ന് ഞെട്ടി നിൽക്കുന്ന ജാനകിയോട് തമ്പി ചോദിക്കും, തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ജാനകി ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത് കേട്ട് തമ്പി പറയും, എനിക്കൊന്ന് അകത്ത് കയറണം, ഒന്ന് മാറി നിൽക്കുക. ജാനകി തമ്പിയെ തടയും, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ജാനകിയെ പിടിച്ചു മാറ്റിയിട്ട് തമ്പി ഉള്ളിലേക്ക് പോകും. എന്നിട്ട് ഉറക്കെ വിളിച്ചു ചോദിക്കും, എടി രാധാമണി വരസിയാരെ ഇറങ്ങി വാടി എന്നൊക്കെ പറയും. 25 വർഷമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എന്നൊക്കെ പറയും. അതിൻ്റെ ഇടയ്ക്ക് മേരിയമ്മ വരുമ്പോൾ തമ്പി പറയും, വന്നല്ലോ എടി രാധാമണി, ഞാനാ തമ്പി എന്ന് പറയും. തമ്പി മേരിയമ്മയോട് കുറച്ച് ചൂടായിട്ട് ചോദിക്കും, നീയാണോ രാധാമണി? 25 വർഷം മുമ്പ് നിന്നെ ഞാൻ എവിടെ വെച്ചാൽ റേപ്പ് ചെയ്തത്? നീ എന്നെ കണ്ടിട്ടെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈ വേഷം കെട്ടലൊക്കെ പണത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ തരുമായിരുന്നു എന്നൊക്കെ പറയും. ജാനകിയോട് തമ്പി പറയും, നിനക്ക് നിൻ്റെ ഭർത്താവിനും ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയെ രാധാമണി എന്ന് പറഞ്ഞ് വേഷം കെട്ടിച്ച് നിങ്ങൾ കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കും. ജാനകി പറയും, നിങ്ങൾ അന്വേഷിച്ച് വന്ന ആളെ കണ്ടില്ലേ, ഇനി പോയിക്കോളൂ എന്ന് പറയും. പക്ഷേ ഇതൊന്നും കേട്ട് തമ്പി പോയില്ല. തമ്പി ജാനകിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അപമാനിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് മേരിയമ്മയ്ക്ക് ദേഷ്യം വരും. മേരിയമ്മ പറയും, നിർത്തടാ, ഇനി എന്തെങ്കിലും ഇവിടെ നിന്ന് മിണ്ടിയാ നിൻ്റെ മുഖത്തെ ഞാൻ കാർക്കിച്ച് തുപ്പെന്ന് പറയും. ഇത്രയൊക്കെ ചെയ്തിട്ടും നീ നിന്ന് മേനി വരെയാണോ? ഞാൻ രാധാമണിയല്ലടാ, ഞാൻ മേരിക്കുട്ടി എന്ന് പറയും. രാധാമണിയെ നിനക്ക് കാണണമെങ്കിൽ ഇതാ ആ മുറി പോയി നോക്കുമെന്ന് പറയും. ജാനകി ഇങ്ങനെ ടെൻഷനോട്ട് മേരിയമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മേരിയമ്മ അതൊന്നും മൈൻഡ് ചെയ്യില്ല. തമ്പി ആകെ കൂടെ എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും. രാധാമണിയുടെ മേലെങ്ങാനും കൈവച്ചാൽ നിൻ്റെ കൈ ഞാൻ വിട്ടും, വന്നതുപോലെ നീ തിരിച്ചു പോയില്ല എന്ന് പറയും. ആ റൂം തുറക്കാൻ പോകുന്ന തമ്പിയെ ജാനകി പിടിക്കും. ഇറങ്ങി പോകാനാ പറഞ്ഞതെന്നൊക്കെ പറയും. ജാനകിയൊക്കെ തട്ടുമാറ്റി തമ്പി ആ ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറന്ന് രാധാമണിയെ കണ്ട് ഞെട്ടിത്തെറിച്ച് തമ്പി പറയാണ്, രാധാമണി. മേരിയമ്മ ഒരു വാക്കത്തേക്കായിട്ട് വരും. എന്നിട്ട് എടാ തമ്പി, നീ കണ്ടില്ലേ രാധാമണിയെ? ഇതല്ലേ നീ അന്വേഷിക്കുന്ന രാധാമണി എന്ന് ചോദിക്കും. മേരിയമ്മ പറയും, രാധാമണിക്ക് ഈ ദുഷ്ടനെ മനസ്സിലായില്ലേ? നിന്റെ ജീവിതം ചവിട്ടി അരച്ച് കളഞ്ഞത് ഇവനാ, തമ്പി എന്ന് പറയും. രാധാമണി പേടിച്ചിട്ട് വേഗം ഇറങ്ങി ജാനകിയുടെ അടുത്തേക്ക് പോവാണ്. മേരിയമ്മ തമ്പിയോട് ചോദിക്കും, ഇനി എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്, ഇറങ്ങി പോടാന്ന് പറയും. ജാനകിയെ തന്നെ നോക്കി നിൽക്കുന്ന തമ്പിയോട് ജാനകി ചോദിക്കും, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് പോയിക്കൂടെ, നോക്കിക്കാതൊന്ന് പോന്ന് പറയും. തമ്പിയെ തടഞ്ഞിട്ട് മേരിയമ്മ പറയും, ഇവൻ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ല മോളെ, ഇവൻ ആളെ കൂട്ടി ഇനിയും വരും. നിനക്കെതിരെ ജാനകി വെറുതെ ഇറങ്ങി തിരിച്ചതല്ല, അവൾ ആരെന്ന് കൂടി നീ അറിഞ്ഞിട്ട് പോയാൽ മതി. രാധാമണി പ്രസവിച്ചതാ ഇവളെ, നിന്റെ മോള്. ഇത് കേട്ട് തമ്പി തരിച്ച് നിന്നു പോവാണ്. പിന്നെ മേരിയമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് തമ്പി അപമാനിക്കുകയാണ്. നിന്നെ അച്ഛനായിട്ട് ജാനകി ഒരു കാലത്തും അംഗീകരിക്കില്ലെന്നൊക്കെ പറയും. അതുകൊണ്ടാ അമ്മയുടെ ജീവിതം തകർത്ത നിനക്ക് പരമാവധി ശിക്ഷ വാങ്ങിത്തരാൻ മകളെ ഇറങ്ങി തിരിച്ചത്. അവർ തമ്പിയെ അപമാനിച്ച് ആട്ടി പുറത്താക്കുകയാണ് ആ വീട്ടിൽ നിന്ന്. ജാനകി മേരിയമ്മയോട് ചോദിക്കും, ഞാൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച് ഒക്കെ ചെയ്തത് മേരിയമ്മ എന്തിനാ പുറത്താക്കിയത്, എന്തിനാ എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്തതെന്നൊക്കെ ചോദിക്കും. ഞാനത് പറഞ്ഞില്ലെങ്കിൽ അയാളെ ഈ വീടിന് തീയിടും. എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മൃഗമാണ് തമ്പി. രാധാമണിയെ കണ്ട തമ്പി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ആളെ വിട്ട് രാധാമണിയെ പിടിച്ചുകൊണ്ട് കൊന്നുകളയും. നീ ആരാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി തമ്പി അത് ചെയ്യില്ല. ജാനകി സോഫയിലിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ വിഷമത്തിലിങ്ങനെ ആലോചിക്കും. എന്നിട്ട് അബിയെ ഫോൺ വിളിക്കും. എന്താന്ന് അബി ചോദിക്കുമ്പോൾ ജാനകി കരയാണ്. നടന്ന കാര്യങ്ങളൊക്കെ അബിയോട് പറയും. ഇനി അമ്മയെ ഇവിടെ താമസിപ്പിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്, അവരെന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ജാനകി അബിയോട് പറയും. അബി പറയും, അമ്മയെ എന്തായാലും മാറ്റാം, ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാം, അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ടായി ഞാൻ വരുമെന്ന് പറയും. തമ്പി ലോക്കായി കഴിഞ്ഞു, അയാളിനി ചലിക്കില്ലെന്ന് അബി പറയും.